വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് സിവിൽ ആൻഡ് മെക്കോർണർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് ടെക്നോളജിയിലെ മൊഡ്യൂൾ 1 കുറച്ച് ടോപ്പിക്സ് ആണ്. അതായത് പൗഡർ മെറ്റലർജി പ്രോസസ്, പൗഡർ പ്രൊഡക്ഷൻ മെത്തേഡ്സ്, ദെൻ കോമ്പാക്ഷൻ മെത്തേഡ്, അതായത് ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിംഗ് ആൻഡ് കോൾഡ് ഐസോസ്റ്റാറ്റിക് പ്രസ്സിംഗ്, സിമിലർലി മെക്കാനിസം ഓഫ് സിൻഡറിങ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ക്രിയേറ്റീവ് സിവിൽ ആൻഡ് മെക്കോർണർ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പൗഡർ മെറ്റലർജി എന്താണെന്ന് നോക്കാം. അതിനുശേഷം പൗഡർ മെറ്റലർജി പ്രോസസ്സിലേക്ക് പോകാം. പൗഡർ മെറ്റലർജി എന്ന് വെച്ചാൽ എന്താ? മെറ്റൽസിനെ പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യുക, ദെൻ ഫർദർ മെഷീനിങ് ഓപ്പറേഷൻസ് വഴി നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. ദെൻ പൗഡർ മെറ്റലർജിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ആർട്ട് ഓഫ് പ്രൊഡ്യൂസിങ് മെറ്റൽ പൗഡേഴ്സ് ആൻഡ് യൂസിങ് ദം ടു മേക്ക് സർവീസബിൾ ഒബ്ജക്ട്സ്. ഓക്കെ, ദെൻ പൗഡർ മെറ്റലർജി പ്രോസസ്സിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. മെറ്റൽ പൗഡറും അഡിറ്റീവ്സും തമ്മിൽ ഒരു മിക്സിങ് ചാമ്പറിൽ വെച്ചിട്ട് മിക്സ് ചെയ്യും. ദെൻ അതിനെ കോമ്പാക്റ്റ് ചെയ്യും. ആഫ്റ്റർ കോമ്പാക്ഷൻ നമ്മൾ സിൻഡർ ചെയ്യും. സിൻഡറിങ്ങിന് ശേഷം നമുക്ക് ഫർദർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് എന്തെങ്കിലും റിക്വയർഡ് ആണെങ്കിൽ ഫർദർ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് നടത്തും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പ്രോസസ്സ് വരുന്നത്. മെറ്റൽ പൗഡറും അഡിറ്റീവ്സും തമ്മിൽ ഒരു മിക്സിങ് ചാമ്പറിൽ വെച്ച് മിക്സ് ചെയ്യും. ഇപ്പോൾ അഡിറ്റീവ്സ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? നമുക്ക് ഫൈനലി ഒരു ഷേപ്പ് ഒബ്റ്റെയിൻ ചെയ്യണം. ഷേപ്പ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മെറ്റൽ പൗഡർ തമ്മിൽ അഡിയർ ചെയ്യണം. മെറ്റൽ പൗഡർ തമ്മിൽ അഡിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ദെൻ അഡിറ്റീവ്സും മെറ്റൽ പൗഡറും കൂടി ഒരു മിക്സിങ് ചാമ്പറിൽ വെച്ച് മിക്സ് ചെയ്യും. ആഫ്റ്റർ മിക്സിങ് പ്രോസസ്സ് നമ്മൾ കോമ്പാക്റ്റ് ചെയ്യും. ഓക്കെ, കോമ്പാക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫൈനലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ട പ്രൊഡക്റ്റിൻ്റെ ഷേപ്പിലായിരിക്കും ഉണ്ടാകുക. ഓക്കെ, കോമ്പാക്ഷൻ പ്രോസസ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്, ആഫ്റ്റർ കോമ്പാക്ഷൻ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫൈനലി ഒബ്റ്റെയിൻ ചെയ്യേണ്ട ഷേപ്പിലായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പം നമുക്ക് ഫൈനലി ഒബ്റ്റെയിൻ ചെയ്യേണ്ട ഷേപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോമ്പാക്ഷൻ പ്രോസസ്സ് സെലക്ട് ചെയ്യേണ്ടത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പാക്ഷൻ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ് യൂസ് ചെയ്യാറുണ്ട്, കോൾഡ് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ് യൂസ് ചെയ്യാറുണ്ട്, ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ് യൂസ് ചെയ്യാറുണ്ട്, സിമിലർലി റോളിങ് യൂസ് ചെയ്യാറുണ്ട്, എക്സ്ട്രൂഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു ഡൈയും പഞ്ചും യൂസ് ചെയ്തിട്ട് മെറ്റൽ പൗഡറിൻ്റെ മേലെ പഞ്ച് യൂസ് ചെയ്തിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് ഒബ്റ്റെയിൻ ചെയ്യും. ഈ ഒബ്റ്റെയിൻ ചെയ്ത ഒബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്നത് ഗ്രീൻ കോമ്പാക്റ്റ് എന്നാണ്. ഓക്കെ, ആഫ്റ്റർ കോമ്പാക്ഷൻ നമുക്ക് കിട്ടുന്ന ഗ്രീൻ കോമ്പാക്റ്റിന് സ്ട്രെങ്ത്ത് കുറവായിരിക്കും. അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിൻഡർ ചെയ്യും. ഓക്കെ, അപ്പം സിൻഡർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും, സിമിലർലി സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം സിൻഡറിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലായിരിക്കും. സിമിലർലി അവിടെയുള്ള സിൻഡറിങ് പ്രോസസ്സ് നടക്കുമ്പോഴുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. അതായത് 70% to 90% ഓഫ് മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും സിൻഡറിങ് ചെയ്യുമ്പോഴുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സിൻഡറിങ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കൺവെയർ യൂസ് ചെയ്യും. ബെൽറ്റ് കൺവെയർ ആയിരിക്കും യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ ഗ്രീൻ കോമ്പാക്റ്റിനെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം സിൻഡറിങ്ങിന് 3 സ്റ്റെപ്സാണുള്ളത്: പ്രീ സിൻഡറിങ്, സിൻഡറിങ് ആൻഡ് കൂളിംഗ്. ഇപ്പോൾ പ്രീ സിൻഡറിങ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റലിലുള്ള അഡിറ്റീവ്സും ലൂബ്രിക്കൻസും ഒക്കെ ബേൺ ചെയ്യും. ദെൻ സിൻഡർ ചെയ്യും. ആഫ്റ്റർ സിൻഡറിങ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. സോ ആ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂൾ ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയാണ് പൗഡർ മെറ്റലർജി പ്രോസസ്സ് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് പൗഡർ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ്. കോമൺ ആയിട്ട് 3 മെത്തേഡ്സ് ആണ് പൗഡർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്: അറ്റോമൈസേഷൻ, ഇലക്ട്രോലൈസിസ് ആൻഡ് കാർബണൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അറ്റോമൈസേഷൻ എന്താണെന്ന് നോക്കാം. അറ്റോമൈസേഷൻ ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് പൗഡർ ഫ്രം മോൾട്ടൺ മെറ്റൽ യൂസിങ് എ സ്പ്രേ ഓഫ് എയ്തർ ഗ്യാസ് ഓർ ലിക്വിഡ്. ഓക്കെ, നമുക്കിതിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ,
അതായത് ലിക്വിഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അറ്റോമൈസേഷൻ പ്രോസസ്സാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരു അറ്റോമൈസിങ് ചാമ്പർ ഉണ്ടാവും, സിമിലർലി വാട്ടർ നോസിൽസ് ഉണ്ടാവും, ദെൻ മോൾട്ടൺ മെറ്റൽ കണ്ടെയ്നർ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പം ഈ മോൾട്ടൺ മെറ്റൽ കണ്ടെയ്നറിൽ നിന്ന് വരുന്ന മോൾട്ടൺ മെറ്റലിലേക്ക് ഹൈ പ്രഷറിൽ വാട്ടർ നോസിൽ നിന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഈ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മോൾട്ടൺ മെറ്റൽ പൗഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ അത് അറ്റോമൈസേഷൻ ചാമ്പറിൽ കളക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് ഇലക്ട്രോലൈസിസ് ആണ്. അതായത് പൗഡർ പ്രൊഡക്ഷൻ്റെ രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് ഇലക്ട്രോലൈസിസ് ആണ്. അപ്പം അതിൻ്റെ ഒരു ജനറൽ സെറ്റപ്പാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ടാവും, അതിൽ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവും, സിമിലർലി 2 ഇലക്ട്രോഡ് ഉണ്ടാവും, അതായത് ആനോഡും കാഥോഡും. ഓക്കെ, അപ്പം ആനോഡും കാഥോഡും തമ്മിലൊരു ബാറ്ററി യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററീൻ്റെ പോസിറ്റീവ് ടെർമിനൽ ആനോഡുമായിട്ടും നെഗറ്റീവ് ടെർമിനൽ കാഥോഡുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമുക്ക് പൗഡർ ആക്കേണ്ട മെറ്റൽ ആനോഡായിട്ട് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ഈ ബാറ്ററി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ദെൻ ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പോസിറ്റീവ് അയൺസ്, അതായത് കാറ്റയോൺസ് ആനോഡ് സർഫസിൽ നിന്ന് കാഥോഡ് സർഫസിലേക്കും, സിമിലർലി നെഗറ്റീവ് അയൺസ്, അതായത് ആനയോൺസ് കാഥോഡ് സർഫസിൽ നിന്ന് ആനോഡ് സർഫസിലേക്കും മൂവ് ചെയ്യും. ഓക്കെ, ദെൻ ഈ കാഥോഡ് സർഫസിൽ ഡിപ്പോസിറ്റ് ചെയ്ത പൗഡർ പാർട്ടിക്കിൾ നമ്മൾ റിമൂവ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ഇലക്ട്രോലൈസിസ് മെത്തേഡ് വെച്ചിട്ട് പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് മെത്തേഡ് വരുന്നത് കാർബണൈൽസ് ആണ്. അതായത് മെറ്റൽസ് ക്യാൻ റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ടു ഫോം കാർബണൈൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അയേൺ കാർബണൈൽ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ കാർബണൈൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റഡ് അയൺ സർഫസിലൂടെ കാർബൺ മോണോക്സൈഡ് 50 to 200 ബാർ പ്രഷറിൽ പാസ് ചെയ്യിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത അയൺ കാർബണൈലിൻ്റെ ഫോം ഇങ്ങനെയാണ് വരുന്നത്. അതായത് പെൻഡ കാർബണൈൽ അയൺ, അതായത് 5 കാർബൺ മോണോക്സൈഡ് കോമ്പോണൻസ് ആൻഡ് സെൻട്രൽ ആറ്റം വരുന്നത് അയൺ ആണ്. സോ പെൻഡ കാർബണൈൽ അയൺ. ഓക്കെ, അപ്പം ദെൻ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള പെൻഡ കാർബണൈൽ അയണിനെ നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസ് മുതൽ 300 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യും. ദെൻ നമുക്ക് പൗഡർ ഫോം ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പം നമ്മുടെ സിലബസിൽ കോമ്പാക്ഷൻ ടെക്നിക്സിൽ ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്ങും കോൾഡ് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്ങും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ് നോക്കാം. അപ്പോൾ നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്നത് എന്തിനാണ് വേണ്ടിയിട്ടാണ്? നമ്മുടെ പൗഡർ മിക്സ്ചറിനെ ഫൈനലി റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ടൈപ്പ് ഓഫ് കോമ്പാക്ഷൻ മെത്തേഡാണ് ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്. അപ്പം ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഇനേർട്ട് ഗ്യാസിനെ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും അപ്ലൈ ചെയ്തിട്ട് പൗഡറിനെ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്ങിൽ. അപ്പം ഇതിൻ്റെ മേജർ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു സിലിണ്ട്രിക്കൽ പ്രഷർ വെസലുണ്ട്. സിലിണ്ട്രിക്കൽ പ്രഷർ വെസൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് അതായത് ഇനേർട്ട് ഗ്യാസിനെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ റിലീസ് ചെയ്യാനും, അതായത് ഹൈ പ്രഷറിൽ റിലീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സിലിണ്ട്രിക്കൽ പ്രഷർ വെസൽ കൊടുക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഇൻലെറ്റ് പോർട്ട് ഉണ്ട്. അതായത് ഇനേർട്ട് ഗ്യാസിനെ നമ്മുടെ സിലിണ്ട്രിക്കൽ പ്രഷർ വെസലിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്യാസ് ഇൻലെറ്റ് കാണിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ നെക്സ്റ്റ് പാർട്ട് വരുന്നത് ഒരു ഹീറ്ററാണ്. ഓക്കെ, ഹീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇനേർട്ട് ഗ്യാസിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പൗഡർ പാർട്ടിക്കിൾ, അതായത് നമ്മൾ ഇനേർട്ട് ഗ്യാസിനെ ഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ പൗഡറിൻ്റെ മേലെ അപ്ലൈ ചെയ്യുക, അതായത് പൗഡർ മിക്സ്ചറിൻ്റെ മേലെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ എന്താ സംഭവിക്കുക? പൗഡർ പാർട്ടിക്കിൾ പ്ലാസ്റ്റിക്കലി ഡീഫോം ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഹൈ പ്രഷറിലാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ
അതിൻ്റെ ഷേപ്പ് മാറും. അതായത് പൗഡർ മിക്സ്ചറിനെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, അതായത് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയാണ് ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ് വരുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് മെത്തേഡ് വരുന്നത് കോൾഡ് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ് ആണ്. ഓക്കെ, അപ്പം കോൾഡ് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മെത്തേഡാണ് ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്ങിൻ്റെ. ബട്ട് ഈ ഒരു കേസിൽ പ്രഷർ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇനേർട്ട് ഗ്യാസ് ആയിരുന്നു. ഈ ഒരു കേസിൽ യൂസ് ചെയ്യുന്നത് ഓയിലോ ഓർ വാട്ടറോ ആണ് ഈ ഒരു കേസിൽ, അതായത് കോൾഡ് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്ങിൽ യൂസ് ചെയ്യുന്നത്. സിമിലർലി ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സോളിഡ് കോറിന് ചുറ്റുമാണ് നമ്മൾ പൗഡർ ഫിക്സ് ചെയ്തിട്ടുണ്ടാകുക. സിമിലർലി ഒരു ഫ്ലെക്സിബിൾ കണ്ടെയ്നർ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ഫ്ലെക്സിബിൾ കണ്ടെയ്നറാണ്, അതായത് നമുക്ക് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണ ആ ഒരു കണ്ടെയ്നറിലൂടെ. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് കോൾഡ് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക് വരുന്നത് മെക്കാനിസം ഓഫ് സിൻഡറിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിൻഡറിങ് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? നമ്മുടെ കോമ്പാക്ഷൻ പ്രോസസ്സിന് ശേഷം കിട്ടിയ ഗ്രീൻ കോമ്പാക്റ്റിൻ്റെ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻഡറിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ള ഫിഗർ ഗ്രീൻ കോമ്പാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സിൻഡറിങ് പ്രോസസ്സിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, അതായത് ഗ്രീൻ കോമ്പാക്റ്റിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പം ഗ്രീൻ കോമ്പാക്റ്റിലുള്ള പൗഡർ പാർട്ടിക്കിളിന് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് നമ്മളിവിടെ മെക്കാനിസം ഓഫ് സിൻഡറിങ്ങിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പൗഡർ പാർട്ടിക്കിളിനും ഇൻഡിവിജ്വൽ സ്ട്രക്ചർ ഉണ്ട്. ആ ഇൻഡിവിജ്വൽ സ്ട്രക്ചർ എലിമിനേറ്റ് ചെയ്യണം നമുക്ക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പൗഡർ പാർട്ടിക്കിളിൻ്റെ ഇൻഡിവിജ്വൽ സ്ട്രക്ചർ എലിമിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫിഗർ നോക്കുക. ടെമ്പറേച്ചർ, അതായത് ഗ്രീൻ കോമ്പാക്റ്റിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. എന്തൊക്കെ സംഭവിച്ചു? ഇവിടെ നെക്ക് ഫോം ചെയ്തു. ഓക്കെ, ഇവിടെ നെക്ക് ഫോം ചെയ്തു. സിമിലർലി കാണിച്ചിട്ടുള്ള പോറിൻ്റെ സൈസ് ഡിക്രീസായി. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പം നെക്ക് ഫോം ചെയ്തു, അതായത് പ്ലാസ്റ്റിക്കലി ഡീഫോം ചെയ്യാണ്. ഓക്കെ, ദെൻ നമ്മൾ മൂന്നാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ നെക്ക് ഫോം ചെയ്ത സ്ഥലത്തുള്ള പൗഡർ പാർട്ടിക്കിൾ തമ്മിൽ സ്റ്റിക്ക് ചെയ്തു, അതായത് അഡിയർ ചെയ്തു. സിമിലർലി പോർ സൈസ് വീണ്ടും ഡിക്രീസായി. വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. ദെൻ വീണ്ടും പോർ സൈസ് ഡിക്രീസായി. സിമിലർലി പൗഡർ പാർട്ടിക്കിൾ മാക്സിമം അഡിയർ ചെയ്തു.